അച്ചു, എൻ്റെ ഈ കോളേജ് ലൈഫിൽ ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് ഒക്കെയാണ് നടന്നത്. കോളേജിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ മിഴണ്ട് ജോയിൻ ചെയ്തു. കോളേജിന് പകുതി ആകുമ്പോഴത്തേക്ക് അത് തീർന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ കല്യാണം കഴിഞ്ഞ് അതേ സമയത്താണെങ്കിൽ പുതിയ വർക്കും കമ്മിറ്റ് ചെയ്തത്. ലൈക്ക് ഒരാളുടെ ലൈഫിൽ നടക്കേണ്ട എല്ലാ ഇമ്പോർട്ടൻറ്റ് തിങ്സ് ഈ കോളേജിൽ നടന്നത്. നമുക്ക് കോളേജ് ഡേയ്സിനെ കുറിച്ച് ചോദിച്ചാൽ കോളേജിലത്തെ കുറെ കാര്യങ്ങളാണ് നമ്മൾ പറയാ. നിന്റെ അടുത്ത് കോളേജ് ഡേയ്സിനെ കുറിച്ച് ചോദിച്ചാല് അയ്യോ, എനിക്ക് ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കര ലൈക്ക് ഒരു പ്രൗഡ് ഫീലിംഗ്. കാരണം എല്ലാം ഞാൻ മാനേജ് ചെയ്തു ഈ സമയം കൊണ്ട്. ആൻഡ് ഇന്ന് അതിന്റെ സെലിബ്രേഷനും. സോ പ്രൗഡ് ഓഫ് യു ഡാർലിംഗ്. എന്തായാലും അവസാനം എന്താ പറയാ, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമ്മൾ വിജയിച്ചു മാറാ. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും പിന്നെ അത്രയും ഷൂട്ടിൻ്റെയും തിങ്സിൻ്റെ ഇടയിലൊക്കെയും ഞാൻ ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഇനിയിപ്പോൾ ആ ഒരു കോൺവക്കേഷൻ്റെ ആ സാധനം വാങ്ങാൻ പോകുന്ന അറിയുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് തന്നെ പ്രൗഡ് ആവണം. എനിക്ക് ഗൂസ് ബംസ് അടിക്കണം. എന്തായാലും അടിപൊളി, മാഷാ അല്ലാഹ്. അത് വാങ്ങിക്കുമ്പോഴേ ഐ തിങ്ക് എൻ്റെ മൈൻഡിൽ കൂടെ ആ 3 വർഷം ഇങ്ങനെ ടക് 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 എന്ന് പോകും തോന്നുന്നു. അത് മാത്രല്ല, അത് കഴിഞ്ഞിട്ട് നമുക്ക് നാളെ വേറൊരു സ്പെഷ്യൽ പരിപാടിയും കൂടി ഉണ്ട്. കുട്ടിയുടെ ബർത്ത്ഡേ പരിപാടിയും കൂടി ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഈ പരിപാടീസൊക്കെ പോകാൻ വേണ്ടിട്ട് നല്ല അടിപൊളിയായിട്ട് വരാം. അപ്പൊ ഇറങ്ങിയാലോ, ലേറ്റ് ആക്കണ്ട. പോയിട്ട് സെറ്റായിട്ട് റെഡി ആയിട്ട് ബാ. അപ്പൊ റെഡി ആവുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി. ഇന്ന് അവളുടെ ഡേ ആയതുകൊണ്ട് ഫുൾ പണി എനിക്കായിരിക്കും. കോൺവൊക്കേഷന്റെയും ബർത്ത്ഡേന്റെയും ഒക്കെ മേൽനോട്ടം ഞാനായിരിക്കും. സോ ദിസ് ഡേ ഈസ് ഗോണ ബി എ ലോങ് ആൻഡ് ഹെക്ടിക് ഡേ. സോ ഇങ്ങനത്തെ ദിവസങ്ങളിലുള്ള പ്രശ്നം എന്താണെന്നറിയോ? പിമ്പിൾസ് വന്നുകൊണ്ടിരിക്കും. ഒന്ന് പോകുമ്പോൾ ഒന്ന് വരും, അത് പോകുമ്പോൾ വേറൊന്ന് വരും. ഇങ്ങനെ ഒരു പിമ്പിൾ സൈക്കിൾ തന്നെ സ്റ്റാർട്ട് ആവും. ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ് ടു ഹാപ്പൻ. സോ ഇങ്ങനത്തെ ദിവസങ്ങളിൽ ബിഫോർ ഹെഡിങ് ഔട്ട്, പുറത്ത് പോകുന്നതിന് മുമ്പ് ഐ വിൽ ഡു വൺ തിങ് വിച്ച് ഐ നെവർ സ്കിപ്പ്. അതെന്താണെന്നല്ല, വേറൊന്നുമല്ല, ഹിമാലയയുടെ പ്യൂരിഫൈയിങ് നീം ഫേസ് വാഷ്. ഇത് നീം ചെടിയുടെ ഇല മാത്രം കൊണ്ടല്ല, മറിച്ച് 5 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ക്ലിനിക്കലി പ്രൂവൺ ആണ്, പിമ്പിൾ തടയുന്നതിലും അത് തിരിച്ചു വരാതെ നോക്കുന്നതിലും. സോ ഗൈസ്, ഓഫ് കോഴ്സ് എനിക്ക് അവളുടെ ബർത്ത്ഡേയോ കോൺവൊക്കേഷൻ ഡേയോ ഒന്നും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എനിക്ക് എന്റെ പിമ്പിൾ സ്കിപ്പ് ചെയ്യാം. എങ്ങനെയാന്നല്ലേ? സോ ഗൈസ്, ഫൈനലി ഐ എം ഓൾ സെറ്റ് ടു ഗോ. അപ്പൊ എങ്ങനെയാ, സെലിബ്രേഷൻ തുടങ്ങിയല്ലേ? ഈ സ്പെഷ്യൽ ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ നിങ്ങളും കൂടെ ഉണ്ടാവണം. ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ്, ഈ അടിപൊളി പ്രോഡക്റ്റ് നിങ്ങൾക്കും വേണമെന്നുണ്ടെങ്കിൽ യു ഗൈസ് ക്യാൻ ഗെറ്റ് ഇറ്റ് ഓൺ ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക ആൻഡ് ഹിമാലയാസ് ആപ്പ് ആൻഡ് വെബ്സൈറ്റ്. ഓൾസോ ഇത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എന്താണ് എല്ലാവരും പൊളിയല്ലേ? രാവിലെ സ്റ്റാർട്ട് ആവണതേ ഉള്ളൂ. ഉറക്കം വിട്ട് പോയിട്ടില്ല. സോ നമ്മളിപ്പോ എങ്ങോട്ടാ പോണേ? നമ്മളിപ്പോ ഇന്നെന്താ സ്പെഷ്യൽ? ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ വരട്ടിയതും. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇന്ന് ഞങ്ങളുടെ ലൈഫിലെ വൺ ഓഫ് ദി എന്താ പറയുക, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡേ ആണ്. കാരണം മൈ ഡിയർ പൊണ്ടാട്ടി ഒരുപാട് കഷ്ടപ്പെട്ട്, ഒരുപാട് എന്താ പറയുക, ഷൂട്ടിൻ്റെ ഇടയിലൊക്കെ ഷൂട്ടും ചെയ്ത് പഠിച്ച് ഉറക്കൊളിച്ച് അങ്ങനെ പലവിധ അഭ്യാസങ്ങളും പുറത്തെടുത്ത് അങ്ങനെ ഫൈനലി മാഷാ അല്ലാഹ് ഡിഗ്രി കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. കൺഗ്രാറ്റ്സ്. ഐ എം സോ പ്രൗഡ് ഓഫ് യു ബേബി, മാഷാ അല്ലാഹ്. അപ്പോൾ അതിൻ്റെ കോളേജും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്, എക്സാംസ് ഒക്കെ കഴിഞ്ഞ്, റിസൾട്ടൊക്കെ വന്ന് നല്ല അടിപൊളിയായിട്ട് പാസ്സായിട്ടുണ്ട്, മാഷാ അല്ലാഹ്. അപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന കോൺവൊക്കേഷൻ സെറിമണി ഇന്നാണ്. സോ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ്. സ്ട്രെയിറ്റ് അങ്ങോട്ടേക്കല്ല, ഇപ്പോൾ ആദ്യം ഇവളുടെ വീട്ടിൽ പോകണം. അവിടെ നിന്ന് റെഡിയായി സെറ്റായി ഇവളുടെ ഫാമിലി, അച്ഛനും അമ്മ ഒക്കെ വരുന്നുണ്ട്. ഞങ്ങളെല്ലാവരും പോയിട്ട് ഇൻഷാ അല്ലാഹ് പൊന്നാട്ടിയുടെ സർട്ടിഫിക്കറ്റ് വാങ്ങും. ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്താ പറയുക, ഞാൻ പഠിക്കുന്ന സമയത്ത് ഫുൾ ടൈം പഠിക്കുന്നതായിട്ട് പോലും അത്രക്കും
എഫേർട്ടും അല്ലെങ്കിൽ എന്ത് പറയല്, എനിക്കെല്ലാം ഒരു കാര്യം ഒരു 100 പ്രാവശ്യം വായിച്ചാലാണ് മനസ്സിലാവുക. അത്രയ്ക്ക് എനിക്ക് ടൈം എടുത്ത് പഠിച്ച് ഒരുപാട് അങ്ങനെ പോയതാണ്. നിന്നെ സംബന്ധിച്ച് നീ പഠിക്കുകയായിരുന്നു, നീ വർക്കിംഗ് ആണ്. അതിൻ്റെ ഇടയിൽ ഞാൻ കണ്ടിട്ടുണ്ട് മിഴണ്ടിലൊക്കെ ചെയ്യുന്ന സമയത്ത് രാവിലെ ഷൂട്ടിന് വന്ന് ഷൂട്ടിൻ്റെ സമയമാകുമ്പം എക്സാമിൻ്റെ സമയമാകുമ്പം പോയി എക്സാം എഴുതി തിരിച്ച് വന്നിട്ട് പിന്നെയും ഷൂട്ട് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് ഇവളൊക്കെ എങ്ങനെയാണ് പാസ്സാവണേന്ന്, ഇവളൊക്കെ പാസ്സാവുമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ എന്താ പറയുക, ഭയങ്കര അടിപൊളിയായിരുന്നു മാഷാ അല്ലാ. അത് സമ്മതിച്ചേ പറ്റൂ വേദി. ആ പഠിത്തവും അതിൻ്റെ ഇടയിൽ പിന്നെ വർക്കും അതിൻ്റെ ഇടയിൽ എന്താ പറയുക, പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം കല്യാണം കഴിഞ്ഞതും പഠിത്തവും വർക്കും, അതും ഞാൻ താമസിക്കുന്നിടത്തു നിന്ന് എൻ്റെ ഫ്ലാറ്റിൽ നിന്ന് ഓൾമോസ്റ്റ് 1.5 hour ട്രാവൽ ഉണ്ട് ഇവളുടെ കോളേജിലേക്ക്. ഭയങ്കര ദൂരമാണ്. ഞങ്ങൾ കഴക്കൂട്ടവും ഇവളുടെ കോളേജ് പിന്നെ പേയാടാണ്, വിളപ്പിൽശാലാണ്. അപ്പം അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം പോയി വരുമ്പോഴേക്ക് തന്നെ ടയർഡാവും, പണ്ടാരടങ്ങും. അതിൻ്റെ ഇടയിൽ എപ്പോൾ ഇവള് പഠിക്കും, അതിൻ്റെ ഇടയിൽ പിന്നെയും തമിഴ് ഷൂട്ട് കമ്മിറ്റ് ചെയ്ത്, സോ അവിടെ നിന്നുള്ള ട്രാവല് ഇവിടെ നിന്നുള്ള ട്രാവല്, അതിൻ്റെ ഇടയിൽ പഠിത്തം, ഷൂട്ടിൻ്റെ ഹെക്റ്റിക് തിങ്സ്. പക്ഷെ എല്ലാം നല്ല അടിപൊളിയായിട്ട് ബാലൻസ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ബാലൻസ് ചെയ്ത് നല്ല കിണ്ണമായിട്ട് മാഷാ അല്ലാ പാസ്സായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വൺസ് അഗൈൻ ഐ ക്യാൻ പ്രൗഡ്ലി സേ ഐ എം സോ പ്രൗഡ് ഓഫ് യു ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ പാസ്സായതിന് ഗിഫ്റ്റൊക്കെ ഞാൻ കൊടുത്തു ഓൾറെഡി, റിസൾട്ട് വന്നപ്പോൾ തന്നെ അല്ലേ സെറ്റ്. ഇനി അത് കൂടാതെ ഇതൊക്കെ ഒരു സൈഡ് ഹാപ്പിനെസ്, അത് കൂടാതെ കൊണ്ടാട്ടിയുടെ ബർത്ത്ഡേ ആണ് നാളെ. അപ്പോൾ അച്ഛൻ മൈസൂരിൽ നിന്ന് വന്നിട്ടുണ്ട്. അച്ഛന് പക്ഷെ നാളെ പോകണം, അധികം ലീവില്ല. അതുകൊണ്ട് ഞങ്ങൾ നാളത്തെ ബർത്ത്ഡേ അഡ്വാൻസ് ആയിട്ട് ഫാമിലിൻ്റെ കൂടെ ഇവിടെ നിന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. വീട്ടിൽ നിന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആ സാധനം എടുത്തായിരുന്നു, സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതില്ലാതെ എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ ഫാമിലി വരാൻ പറ്റാത്തപ്പോൾ എല്ലാ ഫോട്ടോഗ്രാഫും വെച്ച് ഒപ്പിച്ചാണ് കൊണ്ടാട്ടി. എനിക്ക് അവരുടെ പ്രസൻസ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് അവരെ മിസ് അടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഫാമിലീൻ്റെ ഫോട്ടോ ഒന്നും വെക്കാൻ നിൽക്കണില്ല, ഫാമിലീനെ തന്നെ കൊടുത്ത്. അപ്പോൾ നമ്മൾ ബർത്ത്ഡേ ഒക്കെ അടിപൊളിയായി സെലിബ്രേറ്റ് ചെയ്യും. അപ്പോൾ അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ ഡിയർ. അപ്പോൾ എന്താണ് എങ്ങനെ ഉണ്ടായിരുന്നു പഠിത്തം ജേണി? കുറച്ച് പറ, അതിൻ്റെ എക്സ്പീരിയൻസ് പറ, ആൾക്കാർ അറിയട്ടെ. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആക്ച്വലി എന്താ പറയാ, ലൈക്ക് ഒരു താങ്ക് യു പറയണമെങ്കിൽ ഫസ്റ്റ് ഞാൻ എൻ്റെ അടുത്ത് തന്നെ ആയിരിക്കും ഒരു താങ്ക് യു പറയുന്നത്. താങ്ക് യു ബിക്കോസ് എല്ലാം കൂടി മാനേജ് ചെയ്ത് കൊണ്ടുവന്ന് പറയണേ എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നിയ. മേ ബി ലൈക്ക് ചെറുപ്പം തൊട്ടേ ഷൂട്ടും പഠിത്തം കൊണ്ടുപോകുന്നതുകൊണ്ട് എനിക്കതൊരു ശീലമായി. ബട്ട് ലൈക്ക് എല്ലാവരും വന്നിട്ട് എങ്ങനെ കൊണ്ടുപോകണം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഐ വാസ് ആക്ച്വലി സർപ്രൈസ്ഡ്. അതിനിപ്പോൾ എന്താ അങ്ങനെ കൊണ്ടുപോയിക്കൂടെ? രാത്രി ഷൂട്ട് കഴിഞ്ഞ് വന്ന് രാത്രി പഠിച്ച് രാവിലെ പോയാൽ പോലെ. ഞാൻ അത്രയും സിമ്പിളായിട്ട് പറഞ്ഞത് വെച്ചാൽ ഞാൻ ലൈക്ക് അത് പണ്ട് തൊട്ട് അങ്ങനെ ചെയ്തോണ്ട് എനിക്കത് ശീലമായി. ലൈഫ് സ്റ്റൈലായി, അത് ലൈഫ് സ്റ്റൈലായി, റുട്ടീനായി. ഞങ്ങൾക്ക് അങ്ങനെയല്ല. ഞങ്ങൾക്ക് ഒരാഴ്ച ഒക്കെ എടുത്ത് പഠിച്ചിരുന്നാലേ അതൊക്കെ കയറും. എന്നെ സംബന്ധിച്ചിട്ടോ ഒരുപാട് ഇങ്ങനത്തെ മിടുക്കന്മാരും ഒക്കെ ഉണ്ടാവും. പക്ഷെ എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു ഇവള് മിഴണ്ടിലും ചെയ്യുമ്പം തന്നെ. പിന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ ഞാനത് നേരിട്ട് കാണുമ്പോൾ അതിലും വലിയ ഷോക്കായിരുന്നു. കാരണം എന്താ പറയുക, നോട്ട്സ് വാങ്ങി അതൊക്കെ പ്രിപ്പയർ ചെയ്ത് അത് പ്രിപ്പയർ ചെയ്യാൻ തന്നെ ഒരുപാട് ടൈമാണ് നോട്ട്സ് വരുന്നതന്നെ. ഓക്കെ അപ്പൊ അങ്ങനെ. പിന്നെ ഒരു സെക്കൻഡ് താങ്ക് യു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി എൻ്റെ കോളേജിനായിരിക്കും താങ്ക് യു പറയാൻ പോണേ. ബിക്കോസ് ലൈക്ക് എല്ലാവരും ചോദിക്കുന്നുണ്ട് അറ്റൻഡൻസ് എങ്ങനെ അത് എന്നൊക്കെ ചോദിക്കാനുണ്ട്. ബട്ട് എൻ്റെ കോളേജ് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. എനിക്ക് അറ്റൻഡൻസ് ഭയങ്കര കുറവാണെങ്കിലും അത്യാവശ്യം പഠിക്കാനുള്ളതുകൊണ്ട് ദേ വർ വെരി സപ്പോർട്ടീവ്. എനിക്ക് ലൈക്ക് ടീച്ചേഴ്സ് ആയാലും എൻ്റെ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ്,
അനീഷ ടീച്ചർ, ദീപശ്രീ ടീച്ചർ, ഹരിത ടീച്ചർ, സിക്കി മിസ്, നർത്തന മിസ്, എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. ലൈക്ക് ഇപ്പോൾ എക്സാമിന് മാത്രമൊക്കെ ആയിരിക്കും ഞാൻ പോവാറ്. ബട്ട് അവർ എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നോ അല്ലെങ്കിൽ നോട്ട്സ് വേണമെന്നൊക്കെ ചോദിച്ചാൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ അഫ്കോഴ്സ് മൈ ഫ്രണ്ട്സ്, ഞങ്ങൾക്കൊരു ഗ്യാങ് ഉണ്ട്. അവർ ഫോട്ടോ ഇട്ടേരാണ്. അവർ ലൈക്ക് എക്സാമിന് തലേന്ന് ഇങ്ങനെ വോയിസ് മെസ്സേജ് ഇടും, എന്തൊക്കെയാണ് സാധനങ്ങൾ എന്നൊക്കെ വോയിസ് മെസ്സേജ് ഇടും. പിന്നെ ഒരു ഫണി പാട്ട് എന്നറിയാമോ, ഈ രാത്രി എക്സാമിൻ്റെ തലേന്നാണല്ലോ എല്ലാവർക്കും വേണമെങ്കിൽ ഫയർ ആവണേ, അയ്യോ നാളെ എക്സാം എന്ന്. സോ ലൈക്ക് മോസ്റ്റ് ഓഫ് ദ ടൈം ഞാനാണ് അവർക്ക് ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നത്. രാത്രി ഇരുന്ന് ഫുൾ സമ്മറി ഞാൻ പറഞ്ഞു കൊടുക്കും, പിന്നെ അഭിരാമി പറഞ്ഞു കൊടുക്കും, പിന്നെ എല്ലാവരും അവർക്ക് അറിയാവുന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ബാച്ച് ഫുള്ളും 100% പാസ് ചെയ്ത്. പിന്നെ താങ്ക് യു പറയാനുള്ളത് അഫ്കോഴ്സ് എന്നോട് ഫാമിലി, എൻ്റെ ഫാമിലി അടുത്താണ്. എൻ്റെ കോളേജിൻ്റെ ഫസ്റ്റ് പാർട്ട് ഫുള്ള് എൻ്റെ അമ്മ അച്ഛൻ താങ്ക് യു. കാരണം അമ്മ ഡെയിലി ബസ് സ്റ്റോപ്പിലേക്ക് കൊണ്ടാക്കും, തിരിച്ചു കൊണ്ടേ വരും. അമ്മയുടെ പാർട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കോളേജിൻ്റെ സെക്കൻഡ് ഹാഫ് എനിക്ക് താങ്ക് യു പറയാനുള്ളത് അഫ്കോഴ്സ് എൻ്റെ ഹസ്ബൻഡ് അടുത്താണ്. എക്സാമിൻ്റെ സമയത്തൊക്കെ കുക്ക് ചെയ്യാൻ അറിയില്ലെങ്കിലും കിച്ചണിൽ പോയി എന്തെങ്കിലുമൊക്കെ ആക്കി എനിക്ക് ആണെങ്കിൽ പഠിക്കുന്ന സമയത്ത് ഫുഡ് തരാം. പിന്നെ ആണെങ്കിൽ ഭയങ്കര മോട്ടിവേഷൻ ആയിരിക്കും, പഠിക്കണം. കാരണം പുള്ളിക്കാരനൊരു ബുജിയായിരുന്നു പഠിക്കുന്ന സമയത്ത്. പിന്നെ പാച്ചിൻ്റെ വഴിക്ക് നല്ല അടിപൊളിയായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യും. സോ എല്ലാവരുടെ ഒരു ടീം വർക്ക് കൊണ്ട് ഞാനിപ്പോൾ പാസ്സായി. പിന്നെ അഫ്കോഴ്സ് ഷൂട്ട് സ്ഥലത്ത് എക്സാം എന്ന് പറയുമ്പോഴത്തേക്കും ഷെഡ്യൂൾ ടൈം ആണെങ്കിലും അവരെനിക്ക് ടൈം തരുന്നുണ്ട്. ഓൾസോ ദാറ്റ് ഐ എം ഗ്രേറ്റ്ഫുൾ. നമുക്ക് ഷൂട്ട് സപ്പോർട്ട് നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അവരും നന്നായിട്ട് സഹകരിച്ച്. ബട്ട് വാട്ട് എവർ, എനിക്ക് തോന്നുന്നു എന്തൊക്കെ പറഞ്ഞാലും ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മളിപ്പോ നിനക്ക് സൗകര്യം ഒരുക്കി തന്നു, പക്ഷെ നീ അത് ചെയ്തല്ലോ ഭംഗിയായിട്ട്. അത് മാഷാഅല്ലാ അടിപൊളിയാട്ടോ ബേബി. കീപ് ഇറ്റ് അപ്പ് ആൻഡ് വൺസ് അഗൈൻ കൺഗ്രാറ്റ്സ്. നമുക്ക് ഇച്ചിരി വേഗം പോണം കേട്ടോ, ഇച്ചിരി വേഗം പോണം. റോഡ് ഫ്രീ ആവട്ടെ, ഞാൻ പറന്നു പോവാം. പറപ്പിച്ച് വിട് പാപ്പാന്ന് പറ. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ പ്രത്യേകതകള്. പിന്നെ അത് മാത്രമല്ല, ഇന്ന് രാത്രി അർജന്റീനയുടെ കളിയുണ്ട്. ഡു വാച്ച് ഇറ്റ് ഗൈസ്. ഇത് നമുക്ക് കഴിഞ്ഞിട്ടുണ്ടാവും, ഹൈലൈറ്റ് നോക്കിയാൽ മതി ഗൈസ്. ഇന്ന് അർജന്റീനയുടെ ജേഴ്സി ഒക്കെ വാങ്ങി തരാന്ന് പറഞ്ഞിട്ടുണ്ട് കൊണ്ടാക്കി. സോ അങ്ങനെ ഫൈനലി വീട്ടിൽ വന്നിട്ട് കൊണ്ടാട്ടി റെഡി ആവണുണ്ട്. റെഡിയായോ? മതി, ഓൾറെഡി സുന്ദരിയാണല്ലോ, പിന്നെ എന്തിനു മേക്കപ്പ് ഇടുന്നെ? ഇങ്ങനെയൊക്കെ കൊച്ചു കള്ളത്തരം പറയുമ്പോഴാണ് അവർക്ക് സന്തോഷമാവുന്നത്. നമ്മുടെ പിന്നീട് ഓൾ സെറ്റ്. അച്ഛനൊക്കെ റെഡിയായി. ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങണം. എന്താട്ടി പൊട്ടൊക്കെ വെച്ചപ്പോൾ സുന്ദരി. അതെ, എന്നെ സന്തോഷിപ്പിക്കാൻ ചുമ്മാ പറഞ്ഞാണെങ്കിലും കള്ളായതുകൊണ്ട് പ്രശ്നമില്ലല്ലോ. ഗൈസ്, പൊണ്ടാട്ടിക്ക് ബൊക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാ കൺഗ്രാറ്റ്സ്. എവിടെ നിന്നിട്ടതാ ബൊക്കെ? പോ, എല്ലാരും റെഡിയായി ഇറങ്ങാം. ഇനി അമ്മ മിണ്ടൂല്ലോ ഒന്നും. എല്ലാരും ഒരു ബ്ലൂ ഷെയ്ഡ്. നമുക്ക് അച്ഛക്ക് നമുക്ക് എല്ലാരും ഒരു ഒരേ ഷെയ്ഡ് പറഞ്ഞ് എഴുതിച്ചാണ് എന്നെ പറ്റിക്കാൻ വേണ്ടി.
ഞങ്ങൾ പ്ലാൻഡ് ആയിരുന്നു. ഞാൻ മാത്രം വേറെ. കുഴപ്പമില്ല, ഞാൻ ഔട്ട് സ്റ്റാൻഡിങ് ആയിക്കോളൂ. നീയിപ്പോൾ ഔട്ട് സ്റ്റാൻഡ് പുറത്ത്. ഓക്കെ, നമ്മൾ കോളേജിലേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് നമുക്ക് അഭിരാമിയെ പിക്ക് ചെയ്തിട്ട് പോകാം. ഓക്കെ, ഇതെന്താ പുതിയതെന്ന് അറിയിക്കാനാ? അല്ല. ഓക്കെ, ബൈ. തൊട്ടടുത്തുള്ള വീട്ടിലെ ഹാച്ചിയാണ്, ഹാച്ചിക്കുട്ടി. ഇവിടുത്തെ ജർമ്മൻ ഷെപ്പേർഡ് ഭയങ്കര ക്യൂട്ടാണ്. ബൈ ഹാച്ചി, ബൈ. അങ്ങനെ നമ്മളുടെ സരസ്വതി കോളേജ് എത്തിയിട്ടുണ്ട്. കൊണ്ടാട്ടി റെഡി ആയിട്ടത് ഓടുന്നുണ്ട് അവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. മാഷാ അല്ലാ. ഇത് അവളുടെ ബാച്ച് മേറ്റ്സ് ആണ്. ഈ ലൈൻ ഫുള്ള് അവളുടെ ടീച്ചേഴ്സും. ബാക്കിൽ ഫുള്ള് ഫുട്ബോൾ ടീംസാണ്, വേൾഡ് കപ്പ് ടീംസ്. അച്ഛനമ്മയൊക്കെ എത്തിയിട്ടുണ്ട്. എല്ലാവരും എത്തി, സെറ്റായി. അമ്മയെത്തി. അങ്ങനെ അവരെല്ലാവരും റെഡി ആയിട്ടത് ലൈനായി കോളേജിൻ്റെ ഹാളിലേക്ക് പോവാണ്. ഹാളിൽ വെച്ചിട്ടാണ് പ്രോഗ്രാമൊക്കെ. ഇത് കൊണ്ടാട്ടി വരുന്നുണ്ട്. മാഷാ അല്ലാ, ഫീലിംഗ് സോ പ്രൗഡ്. സോ ഇതാണ് ഹാള്. ഞങ്ങളെല്ലാവരും ഇവിടെ ഇരുന്ന് സെറ്റായി. ഇത് ചീഫ് ഗസ്റ്റാണ്. സോ ഞങ്ങളെല്ലാവരും ആ മൊമെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. സൈക്കോളജി തുടങ്ങി. സൈക്കോളജിയാണ് കൊണ്ടാട്ടിയുടെ. വെയിറ്റിംഗ് ഫോർ ഹെർ എൻട്രി. ഫൈനലി ദ മൊമെൻറ്റ്. അങ്ങനെ അവളിത് സ്റ്റേജിൽ കയറിയിട്ട് അത് വാങ്ങാണ്. ആ പേര് വിളിക്കുന്ന സമയത്ത് എടുക്കണം എന്ന് വിചാരിച്ചാണ്. ഞങ്ങൾ ഇവിടെ ഇങ്ങനെ പ്രിപ്പയർ ആയിട്ട് നിൽക്കുമ്പോഴേക്കും അവളവിടെ വിളിച്ചു. മാഷാ അല്ലാ, സോ പ്രൗഡ്. അവളത് വാങ്ങുന്നുണ്ട്. അവിടെ അടുത്ത് നിന്ന് അവിടെ വിശേഷമൊക്കെ ചോദിക്കുന്നുണ്ട്. അവൾ ആർട്ടിസ്റ്റാണെന്നൊക്കെ സംസാരിക്കുക അവിടെ. ആ സമയത്ത് എനിക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല. ഇത് ഞാൻ പിന്നെ വോയിസ് റെക്കോർഡ് ചെയ്യാം കേട്ടോ. അതുകൊണ്ടാണ് അവിടെ എന്താ സംസാരിച്ചതെന്ന് എനിക്ക് അറിഞ്ഞത്. സോ മാഷാ അല്ലാ, മാഷാ അല്ലാ. അതേ ഡിഗ്രി സർട്ടിഫിക്കറ്റും അവളുടെ കഷ്ടപ്പാടും ഒക്കെ വാങ്ങിയിട്ട് അങ്ങോട്ട്, കഷ്ടപ്പാടിൻ്റെ റിസൾട്ട് വാങ്ങിയിട്ട് വരണുണ്ട്. മാഷാ അല്ലാ. ഓക്കെ ഓക്കെ ഓക്കെ, ഹാപ്പി. അങ്ങനെ ഗൈസ്, കോൺവൊക്കേഷൻ നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞു. അവിടെ നിന്നൊന്നും സംസാരിക്കാൻ പറ്റിയില്ല. കാരണം അതും വിളിച്ചില്ലല്ലോ എന്നെ. അപ്പോൾ അവിടെ ഫുള്ള് ബഹളവും പാട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അധികം സംസാരിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഫൈനലി മാഷാ അല്ലാ, മൈ പൊണ്ടാട്ടി ഈസ് എ സൈക്കോളജിസ്റ്റ് അല്ലേ? ഓക്കെ, ഹാഫ്. എനിവേ, നമ്മൾ നേരത്തെ ഇൻട്രോ കുറേ കൊടുത്ത് പഠിച്ച ഇന്ന കാര്യങ്ങൾ അതുകൊണ്ട് കൂടുതൽ ഞാൻ പറയണില്ല. ബട്ട് സ്റ്റിൽ ഈ മൊമെന്റ് ഈസ് വെരി വെരി പ്രൗഡ് ഫോർ മീ. നീ അത് പോയിട്ട് വാങ്ങണ സമയത്തും നീ അവിടെ ആ ഒരു കോട്ടും സൂട്ടൊക്കെ ഇട്ടിട്ട് ഇരിക്കുമ്പോൾ ഐ ഫെൽറ്റ് സോ പ്രൗഡ്. മാഷാ അല്ലാ, കൺഗ്രാറ്റ്സ്. അതുപോലെ അച്ഛനമ്മയൊക്കെ ഭയങ്കര പ്രൗഡായിരുന്നു. യു മേഡ് എവ്രി വൺ പ്രൗഡ്. താങ്ക് യു. ഇതാണ് ക്യാൻറ്റീനിലേക്കുള്ള വഴി. ഭയങ്കര കുന്നിൻ്റെ മേലെയാണ് കേട്ടോ നിങ്ങളെ കോളേജ്. ഇവിടെ നോക്കിയാൽ കുന്നൊക്കെ കാണാം. പബ്സ് കിട്ടിയോ? പബ്സ് ഇല്ല ഇനി. പബ്സ് ഉണ്ടോ?
ഇതാണ് ഇവളുടെ ക്യാൻറ്റീൻ. കഴിഞ്ഞ ഗൈസ് പാച്ചുക്ക പറഞ്ഞു ഗൈസ് നമ്മളൊരു പാലട കണ്ടുപോയി. ശരിയാണ് കേട്ടോ, ഞാൻ ഇവിടുത്തെ പായസം കുടിച്ചിട്ട് ഒരുപാട് നാളായി. ചെന്നൈയിൽ നിന്ന് കുടിച്ച് മത്തിയായി. അവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് പായസമൊക്കെ കിട്ടും. കൂൾ പായസം, ബോലി പായസം. കൂൾ പായസം എന്തോന്ന് പാച്ചു? ഹോട്ട് ആൻഡ് കൂൾ പായസം. കൂൾ പായസം എന്തോന്ന് ആദ്യമായിട്ടാണോ കേൾക്കണേ? ഈ കൂൾ പായസം എന്ന് ചോദിച്ചിട്ട് പറഞ്ഞുതരാം. കൂൾ പായസം ഇപ്പൊ തൽക്കാലം ഇവിടെ ഇല്ല. അപ്പൊ ഞങ്ങളിപ്പോ ഹോട്ട് പായസം തന്നെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എൻ്റെ ഫേവറേറ്റ് ആണ്, ഓൾ ടൈം ഫേവറേറ്റ് പായസമാണ് പാലട. പിന്നെ ചോറ് പായസം അല്ലല്ല, പാലടയും പിന്നെ മറ്റേ സേമിയ പായസവും പിന്നെ മറ്റൊന്നുണ്ട് പാല്, മറ്റേ ഗുരുവായൂർ എന്തോ കൊടുക്കുന്ന പാലില്. അതിന്റെ ചോറ് പായസം. ചോറല്ല, അരി പായസം. അല്ല പാൽ പായസം. അതന്നെ അരി പായസം. അത് തന്നെ അമ്പലത്തിൽ നിന്ന് തരുന്ന പായസം. നമുക്കൊരു പ്രാവശ്യം അമ്പലപ്പുഴ പായസം, അമ്പലപ്പുഴ പോയിട്ട് അവിടുത്തെ പായസം കുടിക്കാമേ. എന്നിട്ട് ഏറ്റവും കൂടുതൽ കമന്റുള്ള പായസം പാച്ചു എനിക്ക് വെച്ചൊരു ചലഞ്ച്. ഇവളുണ്ടാക്കും, ഞാൻ അപ്പുറത്ത് എടുത്തിട്ട് ഇപ്പുറത്ത് വെച്ചു കൊടുക്കും. പാച്ചു ഞാൻ വെച്ചെന്നാ പറയാ.